പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ദേവയാനി എടുത്ത് നമ്മളെ ജാനകി പറയുന്നുണ്ട്, ലോകത്ത് എല്ലാ മക്കൾക്കും അമ്മമാരെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മമാർ എന്ത് പറഞ്ഞാലും മക്കൾ അനുസരിക്കും. പക്ഷേ ഇവിടെ ഒരാളാണെങ്കിൽ നേരെ തിരിച്ച എൻ്റെ ഒരു മോന്. അവന് അമ്മ പറയുന്ന ഒരു കാര്യങ്ങൾ അവൻ അനുസരിക്കത്തില്ല. അവനിക്ക് അമ്മയും കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൻ്റെ വലിയമ്മയാണ്. എന്നാൽ പിന്നെ വലിയമ്മയെങ്കിലും അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് തിരുത്താൻ ഏട്ടത്തിയും ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മളെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ട് അവനെ മനസ്സിലാക്കി തിരുത്തേണ്ട കാര്യം വെച്ചാൽ അനാമികയും അവളെ വീട്ടുകാരും ക്രിമിനലായ അവരൊക്കെ വേണ്ടിയാണ് ഞാൻ അവൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു സമയത്ത് അവനിക്ക് വേണ്ടി ഭയങ്കര അനാമികയൊക്കെ കുറിച്ച് അവളെ വീട്ടുകാരെ കുറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിച്ചു. പക്ഷേ ഇനി ഞാൻ അതങ്ങനെ ചെയ്യത്തില്ല. കാര്യം വെച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റിയൊരു പെണ്ണല്ല അനാമിക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാനത് സപ്പോർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ജാനകി പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഏട്ടത്തിയുടെ മരുമോളാന്ന് പറയും. അപ്പം നമ്മൾ ദേവയാനി ചോദിക്കും, എന്നെ അത് പറ, എൻ്റെ മരുമോൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജാനകി പറയും, അനാമിക ഇവിടെ വന്ന ആ സമയം തൊട്ടേ എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കാൻ വേണ്ടി ഏട്ടത്തിയുടെ മരുമോൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും അതിപ്പോൾ വിജയിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയും, നിനക്ക് മാത്രം എന്താ ജാനകി അനാമികയുടെ സ്വഭാവം പറഞ്ഞാലും മനസ്സിലാവാത്തത്? ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ, നിനക്കാണെങ്കിലും എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ജലജ പറയുന്നുണ്ട്, അതൊക്കെ അവർ പറയും. കാര്യം വെച്ചാൽ നയനയ്ക്കാണെങ്കിലും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവൾക്കും താല്പര്യം. കാര്യം വെച്ചാൽ ഇപ്പം മറ്റു രണ്ടുപേരും ഇവിടെ വന്നല്ലോ, ഇനിയിപ്പം നന്ദുവിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ് അവൾ ഇരിക്കുന്നത്. നോക്കിക്കോ, ലാസ്റ്റ് ഇവിടെ നന്ദുവിനെയും കൊണ്ടുവരുമെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ നമ്മളെ ജാനകിക്ക് എരിയേറ്റി ഇങ്ങനെ കൊടുത്തോണ്ടിരിപ്പുണ്ട്. അതേപോലെ നമ്മളെ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നല്ലതുപോലെ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഒരാളെ കയറ്റുമ്പം പിന്നെ ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും, എൻ്റെ ജീവൻ പോലും വേണ്ടാന്ന് വെച്ച് ഞാൻ കളയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജാനകി. കാര്യം വെച്ചാൽ നമ്മളെ നല്ല മരുമോളായ അനാമികയ്ക്ക് വേണ്ടിയാണ് നമ്മളെ ജാനകി ഇത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പക്ഷേ അതിന് നമ്മളെ നയനയാണെങ്കിലും അവളെ വീട്ടുകാരാണെങ്കിലും അതിനെ സമ്മതിക്കുന്നില്ല. പക്ഷേ അവളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ നമ്മളെ ദേവയാനി തുറന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജാനകി ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ ഏട്ടത്തിയുടെ മനസ്സിലും ഇതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ജാനകി പറയുന്നുണ്ട്, എന്തായാലും ആ ഒരു മനസ്സിൽ ആരും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്തായാലും ആ ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കും, ഇവിടെ ഞാൻ വേണോ അതോ അവൾ വേണോ എന്ന് നിങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് തീരുമാനിക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സമയത്താണെങ്കിലും നമ്മൾ ആദർശം നയനയും കൂടെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എവിടെ പോകുന്ന മക്കളെ എന്ന് അവരടുത്ത് ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് ഒരു അമ്മയെന്ന് പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, ഓ എപ്പോഴും കറക്കം തന്നെ ആണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദർശം പറയും, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യാബിനിലിരുന്ന് ഞങ്ങൾ ജോലി ചെയ്യുന്നവരാ, അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് കറങ്ങാനൊക്കെ പോവാം, അതുകൊണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ നമ്മൾ ദേവയാനി പറയും, മക്കളെ നിങ്ങൾ പോയിട്ട് വാ, പിന്നെ അവളങ്ങനെ പലതും പറയും, നിങ്ങൾ അവൾ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ജാനകി ആണെങ്കിൽ പറയുന്നുണ്ട്, നിൻ്റെ അനിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ കിട്ടുന്ന, അമ്മ വീട്ടിൽ സ്വസ്ഥത കൊടുത്താലല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ പറയുന്നുണ്ട്, കിട്ടുന്നില്ല എന്നൊക്കെ പറയും, നിനക്ക് നിൻ്റെ അനിയനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവന് വന്നിട്ട് എന്താ ചെയ്യാനാ, പിന്നെ ആ അനാമികയുടെ പേര് പറഞ്ഞിട്ട് ഇളയമ്മ അവനിക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കത്തില്ല, അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇളയമ്മ പഴയ ഇളയമ്മ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എപ്പോഴും വീട്ടിൽ തന്നെ കാണുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ദേവയാനി അത് തന്നെ പറയുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, എനിക്കും അത് തന്നെ നിൻ്റെ അടുത്ത് പറയാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദർശം ഇത് പറഞ്ഞിട്ട് ആദർശം ഞാനിവിടെ അങ്ങ് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏട്ടത്തിക്ക് മോനെ സപ്പോർട്ട് ചെയ്യാനല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോൻ വിചാരിച്ചിരിക്കുന്ന അവനിങ്ങനെയൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ആഗ്രഹത്തിന് ഞാനങ്ങ് നിന്ന് കൊടുക്കുമെന്നായിരിക്കും അവൻ്റെ വിചാരം. അവനിനി എന്തൊക്കെ കാണിച്ചാലും ഇവിടെ മിണ്ടാതിരുന്നാലും നിരാഹാരം കിടന്നാലും ഒന്നും അവൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ജാനകി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അനിയാണെങ്കിൽ ഒരു സങ്കടപ്പെട്ട് പോവുക കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ CA അടിച്ചതും പിന്നെ നമ്മൾ കനകയും ഗോവിന്ദനും ഒക്കെ അനിയെടുത്ത് സംസാരിച്ചതൊക്കെ ഉള്ള രീതികളും അതൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ സങ്കടപ്പെട്ട് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോവിന്ദനെയും കനകയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി അവർ കിടക്കാൻ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ നമ്മൾ ഗോവിന്ദൻ പാലൊക്കെ കുടിച്ചൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മൾ നന്ദു ആണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഈ രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മളെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്, അർജൻറ്റായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കനക ചോദിക്കുന്നുണ്ട്, ഈ സമയത്തോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയുന്നുണ്ട്, ഞങ്ങളെ SI മാർക്കൊക്കെ ഏത് സമയത്ത് വിളിച്ചാലും പോകണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു അങ്ങോട്ട് പോകുന്ന ടൈമിലാണെങ്കിലും നമ്മളെ കനക പറയുന്നുണ്ട്, എനിക്ക് അവളെ പോക്ക് അത്ര അങ്ങോട്ട് കണ്ടിട്ട് അത്ര പന്തിയോട് തോന്നുന്നില്ല, അവൾ അനിയെ കാണാൻ വേണ്ടി പോകുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ്റെ അടുത്ത്. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നതെന്നൊക്കെ ഗോവിന്ദനും പറയുകയാണ്. അങ്ങനെ നമ്മളെ കനക പറയുന്നുണ്ട്, എന്തായാലും നയനമോളെയും നവ്യമോളെയും എന്തായാലും ഇങ്ങോട്ട്
വിളിപ്പിച്ചിട്ട് എന്തായാലും ആ CA ആയിട്ടുള്ള കല്യാണം എങ്ങനെയെങ്കിലും നടത്തണമെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. നമ്മൾ അനന്തപുരിയിലാണെങ്കിൽ ഒരു ജാനകിയും ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഒരു കനകയും ഉണ്ട്. പിന്നെ മക്കൾക്ക് സ്വസ്ഥതയും കൂടെ കിട്ടത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് അവർ പിന്നെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മളെ നന്ദുവിനെ കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ പുറത്ത് നമ്മൾ രാജേഷിനും വിഘ്നേഷിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അനിയെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അവർ പറയുന്നുണ്ടായിരുന്നു അവൻ പോകാനുള്ള സ്ഥലത്തെല്ലാം ഞങ്ങൾ പോയി നോക്കി, പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട് അവൻ്റെ സംസാരം ശരിയല്ലാതെ ഇരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും അവനെ പോകാൻ വേണ്ടി അനുവദിക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇവർ നേരെ സൈബർ സെല്ലിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. സൈബർ സെല്ലിൽ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് ആണെങ്കിൽ നമ്പർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് മാഡം നമ്പർ ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അവർ പറയുന്നുണ്ട് മാം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മാമിനെ കോൺടാക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ആണെങ്കിൽ നമ്മൾ രാജേഷും വിഘ്നേഷും ആണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് പെണ്ണാലോചിച്ച് വന്ന ആ CA എന്ന് പറഞ്ഞാൽ അയാൾ അത്ര വെടുപ്പൊന്നും അല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, നിനക്കത് പിന്നെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടുകാരുടെ അടുത്ത്. അപ്പോഴത്തേക്ക് നന്ദു പറയുന്നുണ്ട് ഞാനത് ഒരുപാട് വട്ടം പറഞ്ഞത് അവർക്കത് മനസ്സിലാവേണ്ടേ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് വഴക്കിടാനൊന്നും വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ വിഷമിച്ച് നിൽക്കും. അത് കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്ന അനിയാണെങ്കിൽ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കുക കേട്ടോ. കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക റെയിൽവേ ട്രാക്കിൽ കൂടെ. കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദർശിനെയും നയനെയും കാണിക്കുന്നത് കേട്ടോ. അവരും ഇതുപോലെ അനിയെ അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെ അവരൊരു കടയിൽ നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അനിയുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ പയ്യനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശനാണെങ്കിൽ ദേഷ്യം കയറിക്കൊണ്ട് വന്നിട്ട് ആദർശം വന്ന് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നയനെ അടുത്ത് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, അവനെൻ്റെ കൈ കിട്ടിയാൽ ഞാൻ അവനെ 2 പൊട്ടിക്കുമെന്നൊക്കെ പറയുവാണ് കേട്ടോ. നമ്മൾ നയനെ പറയുന്നുണ്ട് ഒരാളടിച്ചതിൻ്റെ വിഷമത്തിൽ അവനെ ഇപ്പോൾ കാണാതായി ഇരിക്കുന്നത്, ഇനിയിപ്പോൾ അടുത്തത് ഒന്നും കൂടെ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നൊരു സ്ഥലകാല ബോധമില്ലാതെ ഞാൻ നിൽക്കുന്നത്, പിന്നെ എന്താ ചെയ്യാനോ, കുറേ ബിസിനസ് ചെയ്ത് കുറേ കാശുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ, അത് അനുഭവിക്കാനുള്ളവനും കൂടെ വീട്ടിൻ്റെ അകത്ത് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, അവനെ ഒരുപാട് ഉപദേശിച്ചു പക്ഷേ അവനിക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആദർശമാണെങ്കിൽ നല്ല സങ്കടത്തിൽ ഇരിക്കുക കേട്ടോ. അപ്പം നമ്മൾ നയനെ പറയുന്നുണ്ട് ഇതിന് മുമ്പ് അവൻ പോയത് എന്തായാലും അമ്പലമുറ്റത്തിരിക്കാനായിരുന്നല്ലോ, അപ്പം നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഒരു 2-3 സ്ഥലത്തും കൂടെ നമുക്ക് നോക്കാം, നോക്കിയതിന് ശേഷമാണെങ്കിലും നമുക്കാണെങ്കിൽ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്പലമുറ്റത്തൊന്ന് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ കാണിക്കുന്നത് നമ്മളെ വേണുവിനെയും രേവതിയെയും നമ്മൾ അനാമികയെ കാണിക്കുന്നത് കേട്ടോ. നമ്മളെ ജാനകിയാണെങ്കിൽ അനാമികയെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് പിന്നെ അനിയെ കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട് അനിയുടെ അമ്മ ഇപ്പോഴും പറയുന്നത് എന്നെ അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ വേണു പറയുന്നുണ്ട് അങ്ങനെ മോൾ ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അവരങ്ങോട്ട് മോൾ പോകണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കണം, അതല്ല ഡിവോഴ്സാണ് അവർക്ക് ആവശ്യമെങ്കിൽ നമ്മൾ പറയുന്ന തുക അവർ കോമ്പൻസേഷനായിട്ട് അവർ തരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വേണു പറയുന്നുണ്ട് നമ്മൾ പിന്നെ പറയുന്ന കാര്യം പൈസ അവർ നമുക്ക് തരണം, നമ്മൾ ഒരു സ്വസ്ഥതയും സമാധാനവും അനന്തമൂർത്തിക്കും അനന്തപുരിക്കാർക്കും നമ്മൾ കൊടുക്കരുത്, നമ്മൾ അവരെ ഇട്ട് വട്ടം ചുറ്റിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിലും അവർ സഹികെട്ട് നമ്മൾക്ക് തരാനുള്ള കോമ്പൻസേഷൻ അവർ തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ രേവതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അനി എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ലല്ലോ, ഇനി വല്ല ആത്മഹത്യ ചെയ്യാനെങ്ങാനും പോയതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ നമ്മൾ അനാമിക പറയുന്നുണ്ടോ അവൻ എങ്ങോട്ട് പോയതാണെന്ന് എനിക്കറിയത്തില്ല, അവന് ആത്മഹത്യ ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ വേണു പറയുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നേരെ പോയിട്ട് അവൻ്റെ ബോഡിയുടെ ഫ്രണ്ട് ഇരുന്ന് അങ്ങോട്ട് കരയണം, അപ്പോഴത്തേക്ക് അതുമൊക്കെ അങ്ങോട്ട് മീഡിയയിൽ വരും, അപ്പോഴത്തേക്ക് ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും അവർ നിനക്ക് തരേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. കാണിക്കുന്നതാണെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ പോവുക കേട്ടോ. അനി അന്വേഷിച്ച് പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്വപ്നമൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അനി ഒരു പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീഴുന്നതായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു വണ്ടിയിൽ ചെന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ വണ്ടിക്കാരൻ പറയുന്നുണ്ട് പെൺകുട്ടിയാണ് വണ്ടി ഓടിച്ചാലും വണ്ടിയിൽ നിന്ന് വന്ന് വീണ് കഴിഞ്ഞാൽ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പിന്നെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ആദർശിനെ നയനെ കാണിക്കുന്നത്, അവരാണെങ്കിൽ അന്ന് അനി പോയിരുന്ന അമ്പലത്തിൻ്റെ അവിടെ വന്നൊക്കെ അവർ നമ്മൾ അനിയെ അന്വേഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മൾ ആദർശൻ നയനെയൊക്കെ അവിടെ വന്ന് അമ്പലത്തിൽ നോക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ അനിയെ കാണുന്നില്ല. അങ്ങനെ അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മൾ അനിയാണെങ്കിൽ വീണ്ടും ആ റെയിൽവേ പാളത്തിൽ കൂടെ തന്നെ നടക്കുന്ന സമയത്താണെങ്കിൽ അനിയുടെ ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ വരുന്നുണ്ട്. അനിയാണെങ്കിൽ ആ ട്രെയിന് നേരെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതുമായിരുന്നു ഇന്നത്തെ എപ്പിസോഡൊക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.